ഗൈസ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചപ്പുളി രസമാണ്. പച്ചപ്പുളി രസത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ജീരകവും കുരുമുളകുമാണ്. കുരുമുളകും ജീരകവും ചതച്ചെടുക്കണം. അപ്പം നമുക്ക് ഇടികല്ലിൽ നല്ലതായിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലാകുമ്പോൾ അത് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മൾ ഇടികല്ലിൽ ചതയ്ക്കുന്നത്. ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ചതച്ചതിന് ശേഷമാണ് നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വെളുത്തുള്ളി ചതയ്ക്കാം. എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ പച്ചപ്പുളി രസം നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരിതാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ചതയ്ക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നിട്ട് നമുക്ക് മല്ലിയില പിന്നെ കരിവേപ്പിലയും കൂടെ അതിൽ കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ വൃത്തി ഒരു ചതച്ചിട്ട് എന്നിട്ട് അതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളെ എരിപ്പിനനുസരിച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി. ഇതിനെ ഒന്ന് ചതച്ച് എടുക്കാം. ചതയ്ക്കുമ്പോൾ എരിവുണ്ട് പച്ചമുളകാണിത്, അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ചതച്ചതിൽ കൂടെ ഈ പച്ചമുളകിനെയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി വേണം. പുളി നേരത്തെ കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ വൃത്തിയായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള പുളിപ്പനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. നല്ലൊരു രസമാണിത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തൊന്ന് വൃത്തി കൈ വെച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. കൈ വെച്ചോ തവി വെച്ചോ നമ്മളെ ഇഷ്ടം. വൃത്തി കൈ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉള്ളിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ചാറ് അതിൽ കൂടെ അങ്ങ് ഇറങ്ങി നല്ല ടേസ്റ്റ്, അതിൻ്റെ ആ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചൂടാക്കാൻ ഒന്നിനും ആവശ്യമില്ല. ചൂട് ചോറിൻ്റെ കൂടെയും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്. പുളി രസം റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.